ഇനി ആറാമത്തത് ഒരു സൈഡ് ഹസിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടിയാണ് ഈ ഒരു ഡൗൺ ടൈം എന്നുള്ളത്. സപ്ലി എഴുതിയെടുക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പുതിയ കഴിവിന്റെ ആസ്പെക്ട്സ്, തലങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യമാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, അതോടൊപ്പം നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാതെ വന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള അറിവൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റും ഇഫ് യു ആർ പ്രോപ്പർലി ഇൻവെസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് എഫേർട്ട്. സോ ഇത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ എംപ്ലോയേഴ്സ് നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യത്തെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് റെസ്യൂമെയിൽ ഇൻ എ പ്രോപ്പർ മാനർ പ്രസന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും വലിയൊരു പോസിറ്റീവായ കാര്യമായിട്ടാണ് നിങ്ങളുടെ എംപ്ലോയേഴ്സ്, പൊട്ടൻഷ്യൽ എംപ്ലോയേഴ്സ് കാണാൻ പോകുന്നത്. അതോടൊപ്പം നിങ്ങളെങ്ങനെ ഈ ഒരു പുതിയ പ്രൊജക്റ്റ് സ്വന്തമായി ഇനീഷ്യേറ്റ് ചെയ്ത് ഒരു സക്സസ്ഫുൾ മൈൽ സ്റ്റോണിലേക്ക് എത്തിച്ചു എന്നുള്ളതും നിങ്ങളുടെ വിൽ പവറിനെയും ഡിറ്റർമിനേഷനെയുമാണ് കാണിക്കുന്നത്. റൈറ്റിംഗ് എ ബ്ലോഗ്, സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ്